ചിർക്കച്ചാണി താൻ ഉറങ്ങ എന്റെ ഗോപി ആരെ കൊല്ലുന്നതാണോ താൻ പറഞ്ഞത്? താൻ എന്റെ മോളെ പേടിപ്പിച്ചല്ലേ? തന്റെ ഗണിതം എനിക്ക് പുല്ലാണോ? ഗോപി അവൻ എന്റെ മോനാ, അവൻ കൊല്ലാൻ പോണത്രേ. ഒലക്ക തന്റെ ചാത്തനെ എവിടെയോ കാണുന്നുണ്ടോ? ഒരു ചാത്തൻ. ഓം ഭീം ഹൈം ഭീം. ഗോപിയെ തൊട്ട് കളിക്കരുത് തപ്പിയത്. ഏത് ഉത്സവത്തിന് പോയാലും തടമ്പ് അവന്റെ കഴുത്തിലായിരിക്കണം. അവന്റെ കൊമ്പും പിടിച്ച് ഞാൻ അങ്ങനെ നിൽക്കും. ഇല്ലടാ വാത്തു, പകൽപൂരത്തിന് ഗോപി തന്നെ ആയിരുന്നല്ലോ നടുവില്. അപ്പൊ രണ്ടാമത്തെ എഴുന്നള്ളിപ്പിന് എന്റെ മാധവനെ ഒന്ന് നടുവിലേക്ക് കയറ്റി നിർത്താൻ ശങ്കരനായൊന്ന് സമ്മതിക്കണം. കൂത്താട്ടുപണിക്കിന് തിരുമേനിയുടെ മോഹം കൂടിയാണ്. ആ മോഹമൊക്കെ മനസ്സിലിരിക്കുകയുള്ളൂ. ഇടാ വാത്തു, നീ ഗോപി കഴിച്ച് അമ്പലത്തിൽ കൊണ്ട് തലയെക്കെട്ട് കെട്ടിക്കാൻ നോക്കിക്കോ. ഞാനവിടെ പറഞ്ഞേക്കാം. അമ്മന്റെ ആഗ്രഹമല്ലേ ശങ്കരനായര്, അതൊന്ന് ശരിപ്പെടുത്തി കൊടുക്കണം. എന്താ അല്ലെങ്കിലും മുല്ലപ്പുറമനെയും കൂത്താട്ടുമനെയും വിളിച്ചാ വിളിയേക്കുന്ന രണ്ടില്ലങ്ങളാ. അവര് രണ്ടുപേരും ഒന്നാ. അതെ, പണം ഞാൻ കൊടുക്കാം. 2 കഷ്ണം മീനും മാറ്റിയെടാ. കൂത്താനെ മാധവനെ പുറത്തായത് തലമ്പൽ വിളിക്കുന്നത് മാറിയത്. ഇന്നലെ പൂരപ്പറമ്പിൽ ഓടിയതാ. അവൻ മനഃപൂർവ്വം ഒന്നേ കഴിഞ്ഞുള്ളൂ. ഇനി 2 കൂടി ബാക്കിയുണ്ട്. നിനക്കെന്ത് പറ്റിയടാ? ചതിക്കല്ലേടാ. അവിടെ നിന്നാണ്. അവിടെ
അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ഗോപി എന്ത് പറ്റിയ? ഞാനിവിടെ ഉണ്ട്. അവൻ ഈ വീട് കുത്തിപ്പൊളിക്കും. നിങ്ങൾ അകത്ത് ഒരു വാലടിച്ചു. കമ്പബിംബം കണ്ണിനൊരിൻപം ഇൻപം മനസ്സിനകത്തൊരു വല്ലാത്ത കമ്പം കമ്പം അത് പിന്നീടൊരു തീരാത്ത തുമ്പം തുമ്പം. തലനാരയായി കീറിയിട്ട് വേരിയ പാലം കെട്ടിയിട്ട് അതില് നടക്കണമെന്നല്ലേ പറയുന്നത് മരിച്ചു ചെന്നിട്ട് തലനാരയ എന്റെ ഉമ്മ എന്റെ മമ്പറത്തെ തകളെ നിനക്ക് മനുഷ്യത്വമില്ല ഹറാം പറഞ്ഞ ആനെ. പിന്നെ എന്റെ ബാപ്പ വിചാരിച്ചാ നമ്മളെ പിടിക്കാനൊക്കെ അത് മനസ്സിലിരിക്കണ്ടടാ ചൂടാ. ഒരു മനുഷ്യന്റെ നമ്മളെ പൊന്നത് എത്തുന്നപ്പോ എന്റെ പൊന്നാനെ നമ്മ എന്ത് വേണമെങ്കിൽ ഇതൊന്ന് പിടിച്ച് തൊയ്ത്തേക്കണ്ട മിണുങ്ങി എന്നാലെങ്കിലും ഞമ്മളെ എന്റെ പൊന്നാനെ കളിക്കല്ലേ കഥകളി ഭീമന്റെ ഒരു ഗത ആ ആന പിണങ്ങി മുഴുവൻ നശിപ്പിച്ചില്ല. എന്തി എന്റെ പൊന്നു ഗോപി ഒന്ന് പോടാ. അമ്മോ അവന്റെ കൈ മേലോട്ട് വരുന്നുണ്ട്. എന്റെ കൈ താഴോട്ട് പോട്ടെ ഗോപി. എന്റെ ഗോപി ചെറുപ്പത്തിലെ ബുദ്ധിമോശം കൊണ്ട് നമ്മളൊരു കല്ലെടുത്ത് നിന്നെ എറിഞ്ഞു. ഇത് ഞമ്മ സമ്മതിക്കാം, ഏത് കോടതിയിലും സമ്മതിക്കാം. അതിന് നിന്റെ പാപ്പാൻ ശങ്കരൻ നായർ നമ്മളെ മണ്ടക്കിട്ട് ഒരു വലിയ സുഖം തന്നത്. ഇത് കണ്ട ഇപ്പോഴും ആ പാട് കിടപ്പുണ്ട്. നീയും വലുതായി നമ്മളും വലുതായി. നീ ഇത് മനസ്സിൽ വെച്ചോണ്ട് നമ്മളെ എന്തിനു കുഴക്കുന്നു? ഒന്ന് പോ എന്റെ ഗോപി. ഞമ്മ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കടുപ്പത്തിലൊരു ചായയും 2 കിലോ പൂട്ടും 1 കിലോ വാഴയ്ക്കും തരാം. എന്റെ പൊന്നു ഗോപി എന്നെ ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. എന്റെ പൊന്നാണ് വണ്ടി എടുക്കില്ല എന്റെ ഗോപി. ഓ ഇതേ ഇനി കുറെ കൂടി കഴിഞ്ഞാ പിന്നെ ഞമ്മ കുറയ്ക്കട്ടാ കഴിയും. അല്ലോ ഓ ഓടി വരണേ, എല്ലാരും പറഞ്ഞേ എന്നെ മലപ്പുറത്ത് കയറ്റിയൊക്കെയാണ് ഓടി വരണേ. എന്റെ പൊന്നു ഗോപി പറഞ്ഞാണെങ്കിൽ നമ്മ കല്ലെടുത്തറിയില്ല, നമുക്ക് ജീവനുണ്ടേ ചെയ്യൂല. ഇത് സത്യം. നീ ആത്മ പിടിച്ച് വലിക്കല്ലേ, മരം പോകും കേട്ട ഗോപി. ഞമ്മക്ക് പരിക്ക് പറ്റും. അള്ളാ പിടിച്ച് വലിക്കല്ലേ ഗോപി. കൂത്താട്ടുമണിക്കല് വല്യമ്പുരാന്റെ ആഗ്രഹമല്ലെന്ന് കരുതി ചെയ്തു പോയതാ. തിരുവുള്ളക്കേടൊന്നും ഉണ്ടാവരുത് അവിടെ. എന്റെ ഗോപിയേക്കാൾ വലുതാണ് നിനക്ക് മാധവൻ അല്ലേ? ഗോപി അടിയന്റെ മോനാ. ആ മോനോടുള്ള സ്നേഹം കൊണ്ട് ആ കൂത്താട്ട് മാധവനെ കയറ്റി എന്നുള്ളിക്കാൻ ശ്രമിച്ചതല്ലേ? ഒരു ബ്രാഹ്മണ ശാപം ഉണ്ടാകരുതല്ലോ എന്ന് കരുതി അടിയൻ അങ്ങോട്ട് സമ്മതിച്ചു പോയതാ. നീ കൊല വാങ്ങിച്ചോ? ഇല്ലേ, താൻ കുടിച്ചിരിക്കും. എന്താ ഒന്നും മിണ്ടാത്തത്? ക്ഷീണം തീർക്കാൻ തരം പഴുന്നള്ളിക്കുന്ന ഗോപിയെ നീ കുടിച്ചിട്ട് തൊട്ടുവന്നോ? ഇനി ഈ കണ്ണടയുന്നവരെ സങ്കടം കുടിക്കില്ല. ഒരു ബുദ്ധിമോശം പറ്റിപ്പോയി, അവിടുന്ന് ക്ഷമിക്കണം. അവിടുന്ന് കൽപ്പനയായാൽ ഗോപി അടയും തളയ്ക്കായിരുന്നു. വേണ്ട വേണ്ട, ശങ്കരനെ ഗോപി കണ്ടാൽ ഈ നാട് ചോരക്കളത്. ഒന്നും വേണ്ട. ചെറുപ്പത്തിലെ ഒരു കല്ലെടുത്ത് എറിഞ്ഞതിന്റെ ഫലമാണ് ആ മുഹമ്മദ് ആരും പുറത്തിപ്പോ നടത്തിരിക്കാറായത്. ഇനി എന്താണ് മാർഗം? ഉടനെ തളച്ചില്ലെങ്കിൽ സർക്കാരിന് വെടിവെക്കാൻ കൽപ്പനയുണ്ട്. തളയ്ക്കുന്നവർക്ക് ഒരു നല്ല തുക സമ്മാനം കൊടുക്കാന്ന് പത്രത്തിൽ അങ്ങോട്ട് ഒരു പരസ്യം കൊടുത്താലോ? അത് നല്ലൊരു വിദ്യ. കിട്ടുമോ? നമ്മളെ കണ്ട് വേണ്ടത് വേഗം ചെയ്യാം.